നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മഴയുടെ അകമ്പടിയിൽ ചിങ്ങം പിറന്നു. മലയാളിക്ക് പുതുനൂറ്റാണ്ട്. കർഷക ദിനത്തിൽ ആദരം ഏറ്റുവാങ്ങി മണ്ണിന്റെ മക്കൾ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ്. കൃത്യമായ കണക്കുകൾ നൽകാൻ കഴിയാതെ നഗരസഭ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. ട്രെയിനിൽ നിന്നും ലാപ്ടോപ്പും മൊബൈൽ ഫോണും സ്ഥിരമായി കവരുന്ന മോഷ്ടാവ് കോട്ടയം റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ. അറസ്റ്റിലായത് അസം സ്വദേശി. മോഷ്ടിച്ച ലാപ്ടോപ്പ് ഓണായത് തെളിവായി. വാർത്തകൾ വിശദമായി. വീണ്ടും ഒരു ഉത്സവകാലത്തിന് തുടക്കം കുറിച്ച് ചിങ്ങമാസം പിറന്നു. ഒപ്പം 1200 ആണ്ടിന്റെ പിറവി കൂടി. സമ്പൽ സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിന്റെയും ഉത്സവകാലത്തിന്റെയും തുടക്കം കുറിച്ച് വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങം കൂടി. മലയാളിക്ക് ഗൃഹാതുരത്വത്തിന്റെ ആഘോഷകാലമാണ് ചിങ്ങമാസം. 1200 ആണ്ടിന്റെ പിറവി കൂടിയായപ്പോൾ ഇന്ന് പുതുനൂറ്റാണ്ടിന്റെ ആദ്യ ദിനം കൂടിയായി. മഴയുടെ അകമ്പടിയോടെയാണ് ഇക്കൊല്ലം ചിങ്ങം പിറന്നത്. ചിങ്ങമാസത്തെയും തിരുവോണത്തെയും വരവേൽക്കാൻ പൂക്കൾ നിറച്ച് പ്രകൃതിയും അണിഞ്ഞൊരുങ്ങിയിരുന്നു. ചിങ്ങം 1 കേരളീയർക്ക് കർഷക ദിനം കൂടിയാണ്. വിളവെടുപ്പിന്റെ മാസമാണ് ചിങ്ങം. സെപ്റ്റംബർ 6 ഇത്തവണ ചിങ്ങമാസത്തിലെ അത്തം നാൾ. സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ് തിരുവോണം. ചിങ്ങമാസം 3-ാം തീയതിയാണ് പിള്ളേരോണം. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുരമായ ഓർമ്മകളാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ ചിങ്ങമാസം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എലിക്കുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. കർഷക സൗഹൃദ സദസ്സും മികച്ച കർഷകരെ ആദരിക്കലും ഇതിന്റെ ഭാഗമായി നടന്നു. എലിക്കുളം കൃഷിഭവന്റെയും എലിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. കാർഷിക വികസന സമിതി, കാർഷിക കൂട്ടായ്മകൾ, സന്നദ്ധ സംഘടനകൾ, വിവിധ പൊതുസ്ഥാപനങ്ങൾ, കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് കർഷക ദിനാചരണം നടത്തിയത്. ഇളംകുളത്ത് നടന്ന കർഷക ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കർഷകരെ ആദരിക്കുമ്പോൾ ഇവരുടെ കൃഷി രീതികൾ എത്രമാത്രം വിപുലമാണെന്നുള്ളത് ഇവർക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇതുപോലുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവ കർഷകരുണ്ട്, കുട്ടി കർഷകരുണ്ട്. ഇന്ന് കുട്ടി കർഷകരെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ കൃഷിയിലോട്ട് അടുപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാം ഇന്ന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണുമായിട്ട് അവനവൻ്റെ മുറികളിൽ ഒതുങ്ങിക്കൂടുവാൻ മാത്രം തയ്യാറാകുന്ന കുട്ടികളാണ് നമ്മുടെ എല്ലാ കുടുംബത്തിലുള്ളത്. ഞാൻ അടക്കമുള്ള എല്ലാ അമ്മമാർക്കും ഇതൊരു വേദനയാണ്. നമ്മുടെ കുട്ടികളൊന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ, മറ്റുള്ളവരുമായി സൗഹൃദങ്ങൾ പങ്കുവച്ചിരുന്നെങ്കിൽ, മറ്റുള്ളവരുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ, അപ്പനും അമ്മയും ആണെങ്കിലും കൃഷിയിടങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ കുട്ടികളെ കൂടെ കൊണ്ടുപോയി അവരെ ആ കൃഷിയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് പ്രത്യേകം സാധിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ കർഷക പ്രതിഭകളെ ആദരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം, പ്രൊഫസർ MK രാധാകൃഷ്ണൻ, സൂര്യമോൾ, ബെറ്റി റോയി തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക സൗഹൃദ സദസ്സിന് മുന്നോടിയായി കുട്ടികളുടെ കാർഷിക ക്വിസ് മത്സരം നടന്നു. വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരുക്കിയ പൂക്കളവും വേറിട്ട കാഴ്ചയായി. MM മാത്യു മണ്ഡപത്തിൽ ഷിബി ജേക്കബ്, PT കുര്യൻ, ജോയി ചെറിയാൻ, ശ്രീജിത്ത് V പുതുപ്പള്ളി, ടോമു ജോസ്, അമ്പിളിമോൾ ബാബു, PK ശശിധരൻ, മാസ്റ്റർ സോനു തോമസ്, ഏഞ്ചൽ മരിയ, VM വിജയൻ എന്നീ കർഷകരെയാണ് ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാതല കർഷക ദിനാഘോഷം മന്ത്രി VN വാസവൻ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകരുടെ കുടിശ്ശിക നൽകാൻ നടപടി ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. കർഷകർക്ക് ആദരവേകിയാണ് കർഷക ദിനം ആചരിച്ചത്. നെൽകൃഷിക്കാരുടെ കുടിശ്ശികകളെല്ലാം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചതായി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി PN വാസവൻ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർന്ന് കിളിരൂർ സെന്റ് ഫ്രാൻസിസ് ഡി സാലസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ് നിലവിലുള്ളത്. ഹരിത കേരളം പദ്ധതിയിലൂടെ ഹെക്ടർ കണക്കിന് തരിശുനിലങ്ങളിൽ പുതുതായി കൃഷി ഇറക്കി. ഒരു മുറം പച്ചക്കറി അടക്കം വിവിധ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കി പച്ചക്കറി കൃഷിയിൽ വലിയ കുതിപ്പ് സംസ്ഥാനത്ത് നടത്താനായി. വിദേശ വിപണിയിലെ സാധ്യതകളടക്കം ഉപയോഗിച്ച് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളാണ് സഹകരണ മേഖല നടപ്പാക്കുന്നത്. കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഇത് ഗുണകരമാകുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഉത്സവ സീസണിലൊക്കെ നമ്മളെ ചൂഷണം ചെയ്യുന്ന പലരെയും മാറ്റി നിർത്താൻ
ഈ കാർഷിക സംസ്കാരത്തെ ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നതിൻ്റെ ഫലമായി കഴിയുന്നു. ആ നിലയിൽ നമ്മൾ ഈ ദിനം മികച്ച കർഷകരെയെല്ലാം ആദരിച്ചുകൊണ്ടും അവർക്ക് പ്രത്യേകമായ പ്രോത്സാഹനം നൽകിക്കൊണ്ടും ഈ കാർഷിക മേഖല സംസ്കരിക്കാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് പുരോഗതിയിലേക്ക് നയിക്കാൻ അവർക്ക് ആവശ്യമായ വിത്തും വളവും സബ്സിഡിയും ഒക്കെ കൊടുക്കുന്ന സമീപനം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ടുമാണ് എല്ലാവരും കൃഷിയിടങ്ങളിലേക്ക് എന്ന ആശയം അർത്ഥപൂർണ്ണമാക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവും ഉന്മേഷവും പകരാൻ ഈ കർഷക ദിനത്തിന് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് നെൽകൃഷിക്കാരുടെ ഇതുവരെയുള്ള കുടിശ്ശികളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഇതിനോടകം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിച്ചുകൊണ്ട് ഈ കർഷക ദിനത്തിൻ്റെ ജില്ലാതല പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുതിർന്ന കർഷകൻ നായങ്കേരിച്ചിറ പാർത്ഥൻ, മികച്ച കർഷകരായ NG പവിത്രൻ, R രഞ്ജിത്ത്, ചന്ദ്രിക വിജയൻ, കുഞ്ഞമ്മ തങ്കപ്പൻ, സോമൻ തൊണ്ടുകുഴി, MR രതീഷ്, രമ്യ ദേവൻ, TP ഗസീത എന്നിവരെയും വൃന്ദാവനം കൃഷിക്കൂട്ടം ഭാരവാഹികളെയും മന്ത്രി പൊന്നാടയണിയിച്ചും ഫലകം നൽകിയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായി. K ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷകനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K മേനോൻ, വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KR അജയ്, CT രാജേഷ്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റെജിമോൾ തോമസ്, അസിസ്റ്റന്റ് ഡയറക്ടർ T ജ്യോതി, കൃഷി ഓഫീസർ നസിയ സത്താർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C ജോജോസ് പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിൽ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് കേസിൽ എത്ര പണം നഷ്ടപ്പെട്ടെന്നറിയാതെ നഗരസഭ അധികൃതർ. കൗൺസിൽ യോഗത്തിൽ എത്ര തുക നഷ്ടപ്പെട്ടെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുവാൻ അധികൃതർക്ക് ആയില്ല. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ എത്ര പണം തട്ടിച്ചു എന്നതിന് വ്യക്തമായ കണക്കുകളില്ലാതെ നഗരസഭ അധികൃതർ. വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ നഗരസഭാധ്യക്ഷ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയെങ്കിലും പ്രതിപക്ഷം തൃപ്തരായില്ല. കേസ് ഫയൽ ചെയ്ത് 7 ദിവസം കഴിഞ്ഞിട്ടും എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്ന് കൃത്യമായ കണക്കില്ല. ഇത് കൗൺസിലിൽ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കി. 2020 മുതലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വീഴ്ച അന്വേഷിക്കണമെന്നും തട്ടിയെടുത്ത പണത്തിന്റെ വിഹിതം ആർക്കൊക്കെ പങ്കിട്ടുവെന്നും സമഗ്രമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചു. നഗരസഭാ അധ്യക്ഷയുടെ വിശദീകരണത്തിന് ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ തീരുമാനമുണ്ടായില്ല. അതേസമയം ഫയലുകൾ പല സെക്ഷനുകളിലാണെന്നും കണക്കെടുപ്പ് തുടരുകയാണെന്നും നഗരസഭ സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ട്. 3 പേരെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തത് ആരെയോ സംരക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ പറഞ്ഞു. അതിന്റെ മേലുദ്യോഗസ്ഥന്മാരെന്തെടുക്കുകയായിരുന്നു? ഇവിടെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത് മരിച്ചയാളുടെ പെൻഷൻ കിട്ടണമെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അടക്കം നമുക്കറിയാം, മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിലാണ്. അതിനൊരു ഹെഡുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ എന്തെടുക്കുകയായിരുന്നു? അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥന്മാർ 2020 തൊട്ടുള്ളവരുടെ പരിശോധിക്കുമ്പോൾ എത്ര പേര് ഇതിന്റെ പരിധി വരണം, എത്ര രൂപ വരുന്നുണ്ട്, ഈ കണക്കുകളെല്ലാം കൃത്യമായി വെച്ചതിന് ശേഷം വേണ്ട ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കാൻ അത് ഞങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. പെൻഷൻ ഫണ്ട് തട്ടിപ്പ് നടത്തിയ മുൻ ഉദ്യോഗസ്ഥൻ അഖിൽ സി വർഗീസ് കൈകാര്യം ചെയ്ത സെക്ഷനുകളിലെ ഫയലുകളും രേഖകളും പരിശോധിക്കാൻ 9 പേരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘത്തെ സെക്രട്ടറി നിയോഗിച്ചു. ഈ മാസം 25-നകം റിപ്പോർട്ട് നൽകും. നേരത്തെ 3-അംഗ സംഘത്തെ പരിശോധനയ്ക്ക് നിയോഗിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ട്രെയിനിൽ നിന്നും തുടർച്ചയായി ലാപ്ടോപ്പും മൊബൈൽ ഫോണും മോഷ്ടിക്കുന്ന അസം സ്വദേശി കോട്ടയത്ത് അറസ്റ്റിൽ. കോട്ടയം റെയിൽവേ പോലീസാണ് ഇയാളെ പിടികൂടിയത്. മോഷണം പോയ ലാപ്ടോപ്പ് ഓണായതാണ് തെളിവായത്. ട്രെയിനിൽ നിന്നും നിരന്തരം ലാപ്ടോപ്പും മൊബൈൽ ഫോണും മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന അസം സ്വദേശി കോട്ടയത്ത് റെയിൽവേ പോലീസിന്റെ പിടിയിലായി. അസം നാഗ ജില്ലയിൽ ജുരായിര പുസ്കിയ മൈനുൾ ഹക്കിനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റെജി P ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തിന് പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ലാപ്ടോപ്പാണ് പ്രതി മോഷ്ടിച്ചത്. ട്രെയിൻ കോട്ടയം ഭാഗത്ത് എത്തിയപ്പോൾ ഇയാൾ ലാപ്ടോപ്പ് മോഷ്ടിച്ച ശേഷം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയതോടെയാണ് ലാപ്ടോപ്പ് മോഷണം പോയ വിവരം പരാതിക്കാരൻ അറിഞ്ഞത്. ഇതേ തുടർന്ന് ഇദ്ദേഹം തിരുവനന്തപുരം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത ശേഷം കോട്ടയം റെയിൽവേ പോലീസിന് കൈമാറി. പോലീസ് സംഘം പ്രതിയുടെ വിവരങ്ങൾ സസൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുന്നതിനിടെ മോഷണം പോയ ലാപ്ടോപ്പ് പെരുമ്പാവൂരിൽ ഓണായതായി കണ്ടെത്തി.
തുടർന്ന് പെരുമ്പാവൂരിലെ കടയുടമയെ ബന്ധപ്പെട്ടപ്പോൾ ലാപ്ടോപ്പ് വിറ്റയാളുടെ ചിത്രം പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പരിശോധന ശക്തമാക്കുകയായിരുന്നു. ഇതിനിടെ പ്രതി മറ്റൊരു മൊബൈൽ ഫോണുമായി ഇതേ കടയിൽ തന്നെ വീണ്ടും എത്തി. ഈ വിവരം കടയുടമ കോട്ടയം റെയിൽവേ പോലീസ് സംഘത്തെ അറിയിച്ചു. തുടർന്നാണ് റെയിൽവേ സംഘം സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. SHO റജി പി ജോസഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ്, ദിലീപ്, സിവിൽ പോലീസ് ഓഫീസർ രാഹുൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പനമറ്റം ഭഗവതി ക്ഷേത്രത്തിൽ ചെമ്പോല സമർപ്പണ യജ്ഞത്തിന് തുടക്കം. ക്ഷേത്ര കന്നിമൂലയിൽ നിന്ന് ചെമ്പുപാളികൾ തറച്ച് സമർപ്പണത്തിന് തുടക്കമായി. പനമറ്റം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ചുറ്റമ്പലത്തിന്റെ പണികൾ പുരോഗമിക്കുകയാണ്. പുനരുദ്ധാരണത്തിന്റെ ഭാഗമായുള്ള ചെമ്പോല സമർപ്പണത്തിന് ചിങ്ങം 1 ക്ഷേത്രത്തിൽ തുടക്കമായി. ക്ഷേത്ര സമുച്ചയം ചെമ്പ് പൊതിയുന്നതിന് ഭക്തരുടെ നാളിലും പേരിലും ചെമ്പോല സമർപ്പിക്കുന്ന ചടങ്ങാണിത്. 1 കോടി രൂപയിലേറെയാണ് ചെമ്പ് പൊതിയുന്നതിന് മാത്രമുള്ള ചെലവ്. ക്ഷേത്ര കന്നിമൂലയിൽ നിന്നും ചെമ്പുപാളികൾ തറച്ച് സമർപ്പണത്തിന് തുടക്കമായി. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള താന്ത്രിക കർമ്മങ്ങൾക്ക് തന്ത്രി ഏരൂർ പുലിയന്നൂർ മന നാരായണൻ അനുജൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി പുന്നശ്ശേരിയില്ലം വിനോദ് N നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. 8 ടണ്ണിലേറെ ചെമ്പാണ് മേൽക്കൂരയിലാകെ ഉപയോഗിക്കേണ്ടി വരുന്നത്. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിനായി പനമറ്റം ക്ഷേത്രത്തിൽ എത്തിയത്. പഞ്ചവർഗത്തറ, ശില്പം നിറഞ്ഞ കരിങ്കൽ ഭിത്തി, മുഖപ്പുകൾ, ദാരുശില്പങ്ങൾ എന്നിവയോടെയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സമ്പൂർണ്ണ ക്യാമ്പസ് ശുചിത്വത്തിന് ഒരുങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ്. ഹരിതമാക്കാം, ശുചിയാക്കാം എന്ന് പേരിട്ടിരിക്കുന്ന തുടർ ശുചീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 32 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിനെ സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പസായി മാറ്റാനായി ആവിഷ്കരിച്ച ശുചിയാക്കാം ഹരിതമാക്കാം എന്ന തുടർ ശുചീകരണ പദ്ധതിക്ക് തുടക്കം. കുട്ടികളുടെ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉറവിട മാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ശുചിത്വം ഓരോ വ്യക്തിയിൽ നിന്നും തുടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാലിന്യ സംസ്കരണത്തിനായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനായി 32 കോടി രൂപയുടെ പ്രോജക്ട് സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ പരമാവധി നമ്മുടെ മെഡിക്കൽ കോളേജ് മാലിന്യ സംസ്കരണത്തിന് സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ആ കൂട്ടത്തിൽ ഇനിയും നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനിവാര്യമാണ്. ഒരു വലിയ പ്രോജക്റ്റ് 82 കോടിയുടെ തയ്യാറാക്കി ഗവൺമെന്റിന്റെ പരിഗണനയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതുകൂടി പൂർണ്ണമായാൽ നമ്മുടെ മെഡിക്കൽ കോളേജും പരിസരവും പ്രദേശമുള്ള ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും ഫലപ്രദമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സഹായം കൂടി അനിവാര്യമായി വരുന്ന പശ്ചാത്തലം നാം ഗൗരവപൂർവ്വം കണക്കിലെടുക്കുകയാണ്. മാലിന്യമുക്ത മെഡിക്കൽ കോളേജ് എന്ന ആശയത്തിന്റെ പ്രചരണത്തിനായി നടത്തിയ ശുചിത്വ സന്ദേശയാത്രയും മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P. പുന്നൂസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാർ, ICH സൂപ്രണ്ട് ഡോക്ടർ ജയപ്രകാശ്, മെഡിക്കൽ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജനീഷ് ജോയ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ, നവജീവൻ ട്രസ്റ്റ് ചെയർമാൻ PU തോമസ്, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ഫാർമസി കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഫ്ലാഷ് മോബും നടന്നു. ശുചിയാക്കാം ഹരിതമാക്കാം എന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതുവരെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 3 മണിക്കൂർ ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികൾ മാറ്റിവെക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശാരീരിക പ്രശ്നങ്ങൾ അലട്ടിയിട്ടും കൃഷി ജീവശ്വാസമായി കാണുകയാണ് ആനിക്കാട് കിഴക്കടമ്പ് സ്വദേശി VS രാധാകൃഷ്ണൻ നായർ. കർഷക ദിനത്തിൽ ആനിക്കാട് ഫാർമേഴ്സ് ബാങ്കിന്റെ ആദരം ഇദ്ദേഹം ഏറ്റുവാങ്ങി. വിവിധയിനം കാർഷിക വിളകൾ കൊണ്ട് സമൃദ്ധമാണ് ആനിക്കാട് കിഴക്കടമ്പ് ഭാഗത്ത് കൃഷ്ണവിലാസം വീട്ടിൽ VS രാധാകൃഷ്ണൻ നായരുടെ പുരയിടം. കപ്പ, ചേന, ചേമ്പ്, മഞ്ഞൾ, കിഴങ്ങ്, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയവയെല്ലാം ഈ കൃഷിയിടത്തിൽ സമൃദ്ധമായുണ്ട്. കഴിഞ്ഞ 45 വർഷമായി കൃഷി തന്നെയാണ് ഉപജീവന മാർഗം.
കൂടാതെ 30 വർഷമായി പശു വളർത്തലുമുണ്ട്. മുൻ വർഷങ്ങളിൽ പലപ്പോഴും ആനിക്കാട് ഫാർമേഴ്സ് ബാങ്കിന്റെ കാർഷിക വിള മത്സരത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഈ വർഷത്തെ കാർഷിക വിള മത്സരത്തിലും 87 കിലോയുള്ള കാച്ചിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനു മുമ്പ് 130 കിലോ തൂക്കമുള്ള കാച്ചിൽ കാർഷിക വിള മത്സരത്തിൽ പ്രദർശിപ്പിച്ച് 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. 25 വർഷമായി കാർഷിക വിള മത്സരങ്ങളിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. കൃഷി തന്റെ ജീവനും ജീവനോപാധിയുമാണെന്ന് രാധാകൃഷ്ണൻ നായർ പറഞ്ഞു. 45 വർഷത്തോളമായി കൃഷിപ്പണികൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 25 കൊല്ലത്തോളം സഹകരണ ബാങ്കിന്റെ 10 സെക്കൻഡോ ഏതെങ്കിലും ഒന്ന് സ്ഥിരമാണ്. പിന്നെ കൃഷിക്ക് ആൾക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാക്കും. സാങ്കേതിക കാരണവശാൽ നമ്മൾ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ചിരിക്കുക. എങ്കിലും ഈ കൊല്ലം കിട്ടി. ഈ വർഷത്തെ കാർഷിക ദിനത്തിലും ആനിക്കാട് ബാങ്കിന്റെ ആദരം ഏറ്റുവാങ്ങി. ഉപ്പൻ, മൈന, കാക്ക തുടങ്ങിയ പക്ഷികളും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ്. ഭാര്യയും പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും രാധാകൃഷ്ണൻ നായർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വനവൃക്ഷമായ ഉദിമരത്തിന് സംരക്ഷണവുമായി പുതുപ്പള്ളിയിൽ ഒരുപറ്റം വൃക്ഷസ്നേഹികൾ. ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഈ വൃക്ഷത്തെ സംരക്ഷിക്കുന്നതിന് തുടക്കമിട്ടത്. ആയുർവേദ മരമായ ഉദിയെ സംരക്ഷിച്ചുകൊണ്ട് പുതുപ്പള്ളിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഓട്ടോ സ്റ്റാൻഡിലാണ് 80 വർഷത്തിനു മേലെ പഴക്കമുള്ള ഉദി വൃക്ഷമുള്ളത്. ഒരുപാട് ആയുർവേദ മരുന്നുകൾക്ക് ഇതിന്റെ തൊലി ഉപയോഗിക്കാറുണ്ട്. വാദം പോലുള്ള അസുഖങ്ങൾക്ക് ഉദിമരത്തിന്റെ തൊലി ചെത്തിയെടുത്ത് തിളപ്പിച്ച് കുളിച്ചാൽ ശമനമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. നിരവധി ആളുകൾ ഈ മരത്തിന്റെ തൊലി ചെത്തിയെടുക്കുന്നതിന് എത്തുന്നുണ്ട്. മരത്തിന് കേടുപാടുകൾ സംഭവിച്ച് ക്രമേണ മറിഞ്ഞു വീഴാനോ നശിച്ചു പോകാനോ സാധ്യതയുണ്ടെന്ന ആശങ്കയുണ്ട്. തുടർന്നാണ് ഒരുപറ്റം ഓട്ടോ തൊഴിലാളികൾ വനത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ വൃക്ഷത്തെ സംരക്ഷിക്കാനും ആദരിക്കാനും തയ്യാറായത്. മുന്നോട്ട് വൃക്ഷത്തെ പരിപാലിക്കാനാണ് ലക്ഷ്യമെന്ന് ഓട്ടോ തൊഴിലാളി ജിജോ ജോർജ് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ മരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊലി ആയുർവേദ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അരക്കിലോ ചെത്തുന്നുണ്ടായിരുന്നു. അതിപ്പം ഞങ്ങളിത് എല്ലാം കെട്ടിത്തിരിച്ച് ചെയ്തുകൊണ്ട് ആരും ഇതിനെപ്പറ്റി ചെത്താതെയുള്ള രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ആദരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. മരം കൃഷിക്ക് ഒരു ആദരവ് എന്നതാണ് അതിന് പേരിട്ടേക്കുന്നത്. അതിപ്പോൾ ഇന്നാലും ചിങ്ങം 1-ാം തീയതി ആയിക്കൊണ്ടത് ആദരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഉദിയാണ് മരം. ആയുർവേദ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി വെള്ളം തിളപ്പിച്ചൊക്കെ കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹം കാണാത്ത ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കൃഷിഭൂമി കർഷകർക്ക് നൽകാൻ നടപടി വേണമെന്ന് മന്ത്രി VN വാസവൻ. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും കൃഷിഭവനുകളുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ കർഷക ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധി ഏതൊരു രാജ്യത്തിന്റെയും സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുമെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. കാർഷിക വിപ്ലവം വ്യാവസായിക മേഖലയിലും വളർച്ചയ്ക്ക് കാരണമാകും. തൽഫലമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിലൂടെ സാമ്പത്തിക രംഗം കൂടുതൽ കരുത്താർജിക്കും. അതിനാൽ അന്നദാതാക്കളായ കർഷകരുടെ ക്ഷേമത്തിനാകണം മുഖ്യ പരിഗണന നൽകേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവനയുടെ ചെക്ക് മന്ത്രി ഏറ്റുവാങ്ങി. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പരിധിയിലെ കുമരകം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര, അതിരമ്പുഴ എന്നീ പഞ്ചായത്തുകളിലും നടന്ന കർഷക ദിനാചരണ പരിപാടികൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കർഷക സംരക്ഷണ സേന രൂപീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ തോട്ടത്തിൽ പുരീടത്തിൽ മികച്ച കർഷകരെ ഷാളണിയിച്ച് ആദരിച്ച് മൊമന്റോ നൽകിക്കൊണ്ട് കർഷക ദിനാചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കേന്ദ്ര സർക്കാർ കർഷകർക്കായി അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ അർഹരായ കർഷകരിലെത്തിക്കാനും കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക സംരക്ഷക സേന രൂപീകരിക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് കേരള കോൺഗ്രസ് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു.
കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രതിസന്ധിയിൽ നിൽക്കുന്ന കർഷകർക്ക് ആശ്വാസമാണെന്നും സജി പറഞ്ഞു. കൃഷിക്കാർ ഇന്ന് കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് കാർഷിക വൃത്തിയിൽ നിന്നും കുറച്ചെങ്കിലും പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കാർഷിക മേഖലയ്ക്ക് മതിയായ കൈത്താങ്ങ് നൽകുവാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കുറച്ചെങ്കിലും പുറകോട്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നിരവധിയായ പദ്ധതികൾ കർഷകർക്ക് കൈത്താങ്ങായി ഈ കടന്നു വന്നതോടുകൂടി കൃഷിക്കാർ ഇന്ന് വലിയ പ്രതീക്ഷയോടുകൂടി കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ ഞരമ്പൂൾ, ചാൾസ് പി ബേബി, ആക്കിക്കണ്ടം എന്നീ കർഷകരെയാണ് അവരുടെ കൃഷിയിടത്തിലെത്തി പാർട്ടി ആദരിച്ചത്. യൂത്ത് ഫ്രണ്ട് ബി കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് കടന്നുവന്ന വിപിൻ രാജു ശൂരനാടനെ പാർട്ടി ചെയർമാൻ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: പൊൻകുന്നം ഗവൺമെന്റ് VHSSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HST ഗണിതം അധ്യാപക താൽക്കാലിക ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ 19-ാം തീയതി രാവിലെ 11-ന് ഇന്റർവ്യൂവിന് ഹാജരാകണം. ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ കൊമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 22-ാം തീയതി രാവിലെ 9:30-ന് പൊതുവിജ്ഞാന ക്വിസ് മത്സരം നടത്തും. പ്രവേശന ഫീസ് ഇല്ല. സ്റ്റേറ്റ് ICIC CBSE സിലബസുകളിലെ 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ആദ്യ 4 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് 10,000, 7,500, 5,000, 2,500 രൂപ ക്യാഷ് അവാർഡുകളും എവറോളിംഗ് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും. ആദ്യ 10 സ്ഥാനക്കാർക്ക് 1,000 രൂപ വീതം ക്യാഷ് പ്രൈസും ലഭിക്കും. ഫോൺ 8921-978050. മണർകാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് കെയർടേക്കറെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ള വിമുക്ത ഭടന്മാർ ആശ്രിതർ ഓഗസ്റ്റ് 24-ന് വൈകിട്ട് 5-നകം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ 0481237187. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴയുടെ അകമ്പടിയിൽ ചിങ്ങം പിറന്നു. മലയാളിക്ക് പുതുനൂറ്റാണ്ട്. കർഷക ദിനത്തിൽ ആദരം ഏറ്റുവാങ്ങി മണ്ണിന്റെ മക്കൾ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ്. കൃത്യമായ കണക്കുകൾ നൽകാൻ കഴിയാതെ നഗരസഭ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. ട്രെയിനിൽ നിന്നും ലാപ്ടോപ്പും മൊബൈൽ ഫോണും സ്ഥിരമായി കവരുന്ന മോഷ്ടാവ് കോട്ടയം റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ. അറസ്റ്റിലായത് അസം സ്വദേശി. മോഷ്ടിച്ച ലാപ്ടോപ്പ് ഓണായത് തെളിവായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.